ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് പുണർതം നക്ഷത്രത്തിൻ്റെ 2024 ആണ്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് പുണർതം നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ പുണർതം നക്ഷത്രത്തിൽ പിറന്നവർക്ക് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു ഫലമാണ് കാണുന്നത്. ഇതിലെടുത്തു പറയേണ്ടത് കുടുംബത്തിലെ മംഗളകർമ്മങ്ങളൊക്കെ ചില പുണർതം നക്ഷത്രക്കാരുടെ ഭവനങ്ങളിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്ക് തൊഴിൽ രംഗം വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. തൊഴിൽ മേഖലകളിലെ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. ചിലർക്കൊക്കെ ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ ചില കാരുണ്യം കൊണ്ട് പ്രമോഷനൊക്കെ കിട്ടുക, ശമ്പള വർധന ഉണ്ടാകുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ മേലുദ്യോഗസ്ഥരുടെ പ്രീതി നേടാൻ പറ്റുന്ന ഒരു സമയമാണ് ജൂലൈ ഓഗസ്റ്റ് മാസം. നിങ്ങൾ അന്യദേശത്ത് തൊഴിൽ യോഗം കാണുന്നുണ്ട്. അതുകൊണ്ട് വിദേശത്ത് തൊഴിൽ സാധ്യത അല്ലെങ്കിൽ വിദേശത്ത് ഒരു തൊഴിൽ എന്ന ആഗ്രഹം കൊണ്ട് നടന്നവർക്ക് വളരെ അനുയോജ്യമായ സമയമാണ്. ഒന്ന് തുനിഞ്ഞിറങ്ങിയാണെങ്കിൽ നിങ്ങൾക്ക് വിദേശത്തെ സ്വപ്ന ജോലി കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ പിതാവുമായിട്ട് അത്ര ഗുണകരമായിട്ടുള്ളൊരു സമയമല്ല. പിതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ യോഗമുള്ള ഒരു സമയമാണ്. പിതാവുമായിട്ട് ഇടയ്ക്കിടെ ചില തർക്കങ്ങളൊക്കെ ഭവനത്തിലുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്ക് ശത്രുദോഷം ഈ ജൂലൈ മാസത്തൊക്കെ ശത്രുദോഷം കുറഞ്ഞിരിക്കുന്നൊരു സമയമാണ്. അതുകൊണ്ട് ശത്രുഭയം വേണ്ട. നിങ്ങൾ തൊഴിൽ സ്ഥാപനം മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതാണ്. ശമ്പളവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ജോലി സ്ഥലവുമായിട്ടുള്ള ദീർഘയാത്രയായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടൊരു സന്തോഷമില്ലാത്തതുകൊണ്ടോ ഒക്കെ ആ തൊഴിൽ മാറിയിട്ട് മറ്റൊരു തൊഴിൽ സ്ഥാപനത്തിൽ കൂടുതൽ ഉയർന്ന ശമ്പളത്തിൽ ജോലിക്ക് കയറുന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കും. ചിലരുമായിട്ടൊക്കെ അതിനെക്കുറിച്ച് ഡിസ്കഷനൊക്കെ നടത്തിയിട്ട് ചില ആപ്ലിക്കേഷൻസൊക്കെ മറ്റു ചില സ്ഥാപനങ്ങളിലേക്കൊക്കെ അയക്കാനുള്ള സാധ്യത കാണുന്ന സമയമാണ്. ഭൂമി വാങ്ങാനുള്ള അവസരവും വന്നു ചേരുന്നൊരു സമയമാണ്. അതുകൊണ്ട് സ്വന്തമായിട്ടൊരു ഭവനം ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള പ്രാരംഭ ഘട്ടം എന്ന ലെവലിൽ ഭൂമി സ്വന്തമാക്കാനും ഗുണകരമായിട്ടുള്ള സമയമാണ്. കുടുംബത്തിൽ സമാധാനം നേടുത്താൻ വേണ്ടി നിങ്ങൾക്ക് വിട്ടുവീഴ്ചകൾ അധികമായിട്ട് എടുക്കേണ്ടതായിട്ട് വരും. ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾ തെറ്റ് എതിർഭാഗത്താണെങ്കിൽ കൂടി നിങ്ങൾ താഴ്ന്നു കൊടുക്കേണ്ട അവസരങ്ങളൊക്കെ വന്നുപെടുന്നതാണ്. നിങ്ങൾ അസാധാരണ മാർഗങ്ങളിലൂടെ പണം സമ്പാദിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ പൂർവിക സ്വത്തിൽ ഗൃഹ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വെക്കുന്നതാണ്. അതായത് പാർട്ടീഷൻ കഴിഞ്ഞിട്ട് കിട്ടുന്ന സ്വത്തുക്കളുണ്ടല്ലോ, പൂർവിക സ്വത്തുക്കൾ അല്ലെങ്കിൽ കുടുംബ സ്വത്തുക്കൾ, അതിലൊക്കെ പുതിയ വീട് വെക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ഒക്കെ തുടങ്ങി വെക്കുന്നതാണ്. എടുത്തു പറയേണ്ടത്, നിങ്ങൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആഭരണങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ട ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് വിലപിടിപ്പുള്ള ആഭരണങ്ങളോ അല്ലെങ്കിൽ പണമടങ്ങിയ പേഴ്സോ ഒക്കെ നഷ്ടപ്പെടാനുള്ള ദ്രവ്യനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന പ്രവണതകൾ അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ്. തുറന്നടിച്ചുള്ള സംസാര രീതിയൊക്കെ മാറ്റുക. ഏത് കാര്യത്തിലും മറ്റുള്ളവരെ കുറ്റപ്പെടുന്നത് നിങ്ങളുടെ തന്നെ നാശത്തിലേക്ക് വഴിയൊരുക്കുന്നതാണ്. ചിരകാലമായിട്ട് മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റുന്ന ഒരു സമയമാണ് ഈ ജൂലൈ ഓഗസ്റ്റ് മാസം. നിങ്ങൾ തൊഴിൽ മേഖലയിൽ മെച്ചപ്പെട്ട ഒരു വരുമാനം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ്. നിങ്ങൾക്ക് നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ വരുമാനം തൊഴിൽ മേഖലയിൽ നിന്ന് ലഭിക്കുന്നതാണ്. നിങ്ങൾ ബന്ധുജനങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ യോഗം കാണുന്ന ഒരു സമയമാണ്. നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് ഭവനത്തിലായാലും മറ്റു രീതിയിൽ ഭവനത്തിന് പുറത്തായാലും ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിലും പല രീതിയിലുള്ള അവഗണനയൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. അതുകൊണ്ട് മനസ്സൊക്കെ അതിന് വേണ്ടി ഒന്ന് പാകപ്പെടുത്തി വെക്കുക. ഒപ്പം നിങ്ങളുടെ മുൻകോപവും നിയന്ത്രിക്കേണ്ടതാണ്. നിങ്ങൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥ ഈ മാസങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അത് നിയന്ത്രിച്ചില്ല എങ്കിൽ നിങ്ങൾ ധാരാളം ശത്രുക്കളെ ഉണ്ടാക്കി വെക്കുന്നതാണ്.
നിങ്ങൾ തെറ്റിദ്ധാരണകളൊക്കെ ഒന്ന് മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് നിങ്ങൾ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് തല പുണ്ണാക്കുന്നുണ്ടായിരുന്നു ഈ 2-3 മാസമായിട്ട്. അതൊക്കെ മാറിയിട്ട് അതൊക്കെ മിഥ്യാധാരണയാണെന്നും സത്യം ഇതാണെന്നും തെളിയുന്നതാണ്. നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ കൂടുതൽ ജാഗ്രത വേണ്ട സമയമാണ്. ചില സന്താനങ്ങളൊക്കെ, പ്രത്യേകിച്ച് ആൺകുട്ടികളൊക്കെ, ചില അനാവശ്യ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് എന്താ പറയുക, പോലീസ് കേസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ, കോടതി വ്യവഹാരങ്ങളിലൊക്കെ ചെന്നുവിടാനുള്ള സാധ്യതയുണ്ട്. പെൺകുട്ടികളാണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതാണ്. സന്താനഭാവം അത്ര ഗുണകരമല്ല. സന്താനങ്ങൾ മുഖാന്തരം മാനസികമായിട്ടുള്ള ആവലാതികൾ വന്നുവിടാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ആത്മവിശ്വാസമൊക്കെ ആഗസ്റ്റ് മാസമാകുമ്പോൾ കൂടി വരുന്ന സമയമാണ്. നിങ്ങൾക്ക് ഇച്ഛാശക്തിയൊക്കെ ഒന്ന് കൂടി വരും. നിങ്ങളുടെ ശത്രുഭയം എന്നാലും മനസ്സിനെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. നിങ്ങളുടെ വരവിനേക്കാൾ ചിലവ് അധികരിച്ചിരിക്കും. പലപ്പോഴും മിച്ചം വെക്കുക എന്നുള്ളത് സാധിക്കണമെന്നില്ല. ശുക്ര സൂര്യ പരിപ്രവർത്തനം മൂലം നിങ്ങൾക്ക് കർമ്മരംഗത്തൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. നിങ്ങളുടെ കർമ്മരംഗത്തുമായിട്ട് ബന്ധപ്പെട്ട് ഗുണകരമായ വളരെ മാറ്റങ്ങൾ പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥർക്കൊക്കെ ഉണ്ടാകുന്നതാണ്. ബിസിനസ്സുകാർക്കും വളരെ കുഴപ്പമില്ലാത്ത സമയമാണ്. അപ്പോൾ കർമ്മരംഗത്തേക്ക് യോഗങ്ങളൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുന്നതിനൊക്കെ വേണ്ടി ഞാൻ കുറച്ച് വഴിപാടുകളൊക്കെ പറഞ്ഞുതരാം. പ്രത്യേകിച്ചും പുണർദ നക്ഷത്രക്കാർ വെള്ളിയാഴ്ചകളിലൊക്കെ വിഘ്നേശ്വര പ്രീതി നേടുകയാണെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഗുണകരമായ പല അവസ്ഥകളും എങ്കിൽ യോഗങ്ങളും നിങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നതാണ്. അതിലൊന്ന് വെള്ളിയാഴ്ച ഗണപതി ഭഗവാന്റെ ക്ഷേത്രം ദർശിച്ച് കറുകപ്പുല്ല് സമർപ്പിക്കുക. ഒപ്പം 21 ചെറുനാരങ്ങ കോർത്ത മാല ഭഗവാനെ ചാർത്തുന്നത് ഗുണകരമാണ്. ഞായർ ദിവസങ്ങളിൽ സൂര്യഗ്രഹ പൂജ നടത്തുന്നത് നല്ലതാണ്. ഒപ്പം ശുക്രഗ്രഹ പൂജ വ്യാഴാഴ്ചയും നടത്തുന്നത് നല്ലതാണ്. ഇനി നവഗ്രഹ ക്ഷേത്രം ഇല്ല എങ്കിൽ ഞായറാഴ്ച ശിവക്ഷേത്ര ദർശനം ഗുണകരമായിരിക്കും. പുറകിൽ വിളക്കുകളെ തെളിക്കുക, കൂവളമാല സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. നിങ്ങൾ ശത്രുഭയം അലട്ടുന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ഒക്കെ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് ശത്രു സംഹാര പുഷ്പാഞ്ജലി ഒരു 12 എണ്ണം കഴിക്കുക. 12 ദിവസമോ 12 ആഴ്ചയോ ഒക്കെ കഴിക്കുന്നത് ഗുണകരമായിരിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.